അടുക്കളപ്പൂവിൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മുട്ടക്കറിയാണേ. ചൂടായ വെള്ളത്തിലേക്ക് മുട്ടയും ഉപ്പും ചേർത്ത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 1.5 സ്പൂൺ പെരുംജീരകവും 1 സ്പൂൺ കുരുമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പെരുംജീരകവും കുരുമുളകും മിക്സും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 4 സവാളയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഒരു വലിയ തക്കാളിയും 1 പിടി മല്ലിയിലയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരമുറി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലടിച്ച് തേങ്ങാപ്പാൽ എടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി മല്ലിയില മിക്സ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നാല് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മിക്സിയിൽ അരിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്